നമസ്കാരം. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ലിപുലേഖ് അതിർത്തി തർക്കം പുതിയ തലത്തിലേക്ക്. വിഷയത്തിൽ ചൈനയുടെ പിന്തുണ തേടിയ നേപ്പാളിന് ലഭിച്ചത് അപ്രതീക്ഷിത തിരിച്ചടി. ഇതൊരു ഉഭയകക്ഷി പ്രശ്നമാണെന്ന് പറഞ്ഞ ചൈന കൈമലർത്തി. ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി വിഷയമുന്നയിച്ചത്. ലിപുലേഖ് വഴി വ്യാപാരപാത തുറക്കാൻ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടാക്കിയ ധാരണയിൽ ഒലി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. 1816 സുഗൌളി ഉടമ്പടി പ്രകാരം പ്രദേശം നേപ്പാളിന്റേതാണെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ നേപ്പാളിന്റെ ആശങ്കകളെ ചൈനീസ് പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. ഇത് ഇന്ത്യയും നേപ്പാളും തമ്മിൽ പരിഹരിക്കേണ്ട ഉഭയകക്ഷി പ്രശ്നമാണെന്നായിരുന്നു ഷീ ജിൻപിങ്ങിന്റെ മറുപടി. ഈ വിഷയത്തിൽ ഇടപെടാൻ ചൈന താൽപ്പര്യപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ നീക്കം. 2020 കാലാപാനി, ലിപുലേഖ്, ലിംബ്യാധുര എന്നിവ ഉൾപ്പെടുത്തി നേപ്പാൾ പുതിയ ഭൂപടം പുറത്തിറക്കിയതോടെയാണ് തർക്കം രൂക്ഷമായത്. ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ചൈനയുടെ ഇപ്പോഴത്തെ നിലപാട് തർക്കത്തിൽ നേപ്പാളിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതും ഇന്ത്യയുടെ വാദങ്ങൾക്ക് പരോക്ഷമായ പിന്തുണ നൽകുന്നതുമാണ്.